എമ്പുരാൻ എന്ന് പറയുന്ന മലയാള സിനിമ ഒരിക്കൽ വലിയ വിവാദമായതാണ്. അതിനകത്ത് പൃഥ്വിരാജ് സുകുമാരൻ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര് സയ്യിദ് മസൂദ. രണ്ട് ഭീകരന്മാരുടെ പേരുകൾ ചേർത്തിട്ടൊരു പേര്. ഇനി പൃഥ്വിരാജ് അടുത്തായിട്ട് പുറത്തേക്ക് ഇറക്കാൻ പോകുന്ന സിനിമയുടെ പേര് ഖലീഫ എന്നാണ്. അതിനകത്തും ഇതിന് സമാനമായ ഒരു ജിഹാദി പേരാണെന്ന് കേൾക്കുന്നു. അങ്ങനെയാണോ? ജിഹാദി പേരെന്നല്ല, ജിഹാദി കഥാപാത്രമാണോ എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടി ശരിയായിരിക്കും. ആമിർ അലി എന്നാണ് അതിലെ കഥാപാത്രത്തിൻ്റെ പേര്. ഇതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ക്വിൻറ്റ് എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണമുണ്ട്, മാധ്യമം. ഈ ഫിനാൻസ് ഒക്കെയാണ് കൈകാര്യം ചെയ്യുന്നത്. സംശയാസ്പദമായ പശ്ചാത്തലമുള്ളതാണ് ഈ ക്വിൻറ്റ്. ചൈനീസ് നിക്ഷേപം ഉള്ള ഒരു പ്രസിദ്ധീകരണമായിട്ടാണ് അത് ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികളൊക്കെ കരുതുന്നത് ഈ ക്വിൻറ്റിനെ. കാരണം അത് പ്രോ ചൈന വാർത്തകളൊക്കെ ധാരാളമായിട്ട് പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്യുന്നൊരു പ്രസിദ്ധീകരണമാണ്. അതിൽ ആദിത്യ മേനോൻ എന്ന് പറഞ്ഞൊരു ലേഖകൻ, അയാൾ ക്വിൻറ്റിൻ്റെ ലേഖകനാണെന്ന് തന്നെയാണ് അയാളുടെ ഫേസ്ബുക്ക് പേജൊക്കെ നോക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ ആദിത്യ മേനോൻ ശരിക്കും അങ്ങനെ ഒരാളുണ്ടോ, ഇതൊരു ഫേക്ക് പേരാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഈ ആദിത്യ മേനോൻ എന്ന് പറഞ്ഞ ലേഖകൻ സ്വയം അവകാശപ്പെടുന്നത് അയാളൊരു മുസ്ലിം ആണെന്നാണ്, ഇസ്ലാമിക വിശ്വാസിയാണെന്ന് അയാളുടെ ഫേസ്ബുക്കിലൊക്കെ പറയുന്നുണ്ട്. ജനനാനുള്ള പേരും അവകാശവും എന്നെ രക്ഷിക്കേണ്ടതില്ല, മുസ്ലിം എന്ന നിലയിലെ ജീവിതം മറ്റു മുസ്ലിങ്ങൾ അനുഭവിച്ചതിനപ്പുറം എന്നെ പഠിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ അയാൾ അവകാശപ്പെടുന്നുണ്ട്. അപ്പം ഇത് ഈ ആദിത്യ മേനോൻ എന്ന് പറയുന്നത് തന്നെ എന്തുതരം കഥാപാത്രമാണ് ഈ ലേഖകൻ എന്നുള്ളത് തന്നെ ദുരൂഹവും സംശയാസ്പദവും ഒക്കെയാണ്. അപ്പോൾ ഞാൻ മുസ്ലിമായി ജനിച്ചില്ല, മുസ്ലിമായി മരിക്കും എന്നൊക്കെ അയാൾ അവകാശപ്പെടുന്നുണ്ട്. അയാൾ പൃഥ്വിരാജിനെ പറ്റി ഈ ഖലീഫ എന്ന് പറഞ്ഞ സിനിമയുടെ ഈ പ്രൊമോ വന്നല്ലോ, ആദ്യത്തെ ട്രെയിലർ വന്നു കഴിഞ്ഞ ദിവസം. ട്രെയിലർ വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ലേഖനം ക്വിൻറ്റിൽ എഴുതി. അത് പൃഥ്വിരാജ് സുകുമാരൻ ഇന്ത്യസ് ഓൺലി മുസ്ലിം ആക്ഷൻ ഹീറോ എന്നാണ് ശീർഷകം. ഇന്ത്യയിലെ ഏക മുസ്ലിം ആക്ഷൻ ഹീറോ എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജ് മാത്രമാണ് ഇന്നത്തെ സാഹചര്യങ്ങളിൽ ധീരമായി മുസ്ലിം കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുള്ളൂ. ഇന്ന് പോസിറ്റീവായിട്ട് പൃഥ്വിരാജ് ഈ മുസ്ലിം കഥാപാത്രങ്ങൾ നിരന്തരം അവതരിപ്പിക്കുന്നത് ധീരതയാണ് എന്ന്, ഈ ജിഹാദി കഥാപാത്രങ്ങളെ കൊണ്ട് നടക്കുന്നത് ധീരതയാണ് എന്ന് പറയുന്ന ഒരു ലേഖനം. മുസ്ലിം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അപൂർവം ഉന്നത ഇന്ത്യൻ നടന്മാരിൽ ഒരാൾ. ഒക്ടോബർ 23-നാണ് ഈ ലേഖനം വന്നിരിക്കുന്നത്. ഈ 3 ഖാൻമാരില്ലേ ബോളിവുഡില്, അതെ, അവര് പോലും ചെയ്യാത്ത അല്ലേ കാര്യമാണ് എന്നാണ് പറയുന്നത്. ആമിർ ഖാൻ, ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ ഇവരെക്കാളൊക്കെ. കാരണം ഇപ്പോൾ മുംബൈയിൽ പോയല്ലേ ജീവിക്കുന്നത്. അതെ, ചില ഹിന്ദി സിനിമയിലൊക്കെ വേഷങ്ങളുമൊക്കെ ചെറുതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഈ ട്രെയിലറിൽ നമ്മൾ ആദ്യം കാണുമ്പോൾ, ഞാൻ ഈ ഇംഗ്ലീഷ് വായിച്ചതിൽ നിന്നാണ് ഈ മലയാള വാചകം പറയാൻ പോകുന്നത്. ഈ അതിൽ ഇന്ദ്രൻസ് അവതരിപ്പിക്കുന്നൊരു കഥാപാത്രം. ആ ഇന്ദ്രൻസിനെ പോലീസുകാർ ചോദ്യം ചെയ്യുന്നു. അപ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ ഇന്ദ്രൻസ് പറയുകയാണ്, അതായത് പൃഥ്വിരാജിൻ്റെ ആമിർ അലി എന്ന് പറഞ്ഞ കഥാപാത്രത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഇന്ദ്രൻസ് അവതരിപ്പിക്കുക വരുന്നതിന് മുമ്പേ. അപ്പോൾ ഇന്ദ്രൻസ് പറയാണ്, ആമിർ അലിയെ കിട്ടിയാൽ വെടിക്കെട്ട് കാണാം, മമ്പുറം മോസ്കിൽ ഉറൂസ് മൊത്തത്തിൽ കണ്ടതുപോലെ ഇരിക്കും. ഇത് ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷ ചെയ്ത് പറയുകയാണ്. ഇന്ദ്രൻസ് പറയുന്നത്, ആമിർ അലി എന്ന് പറയുന്നത് പൃഥ്വിരാജിൻ്റെ കഥാപാത്രമാണ്. ഈ വാചകം ഇന്ദ്രൻസ് പറഞ്ഞ ശേഷമാണ് പൃഥ്വിരാജ് ആളുകളൊക്കെ വേദി മൊത്തം വിറപ്പിച്ചുകൊണ്ട് രംഗപ്രവേശം ചെയ്യുന്നത്. ആമിർ അലിയെ കിട്ടിയാൽ വെടിക്കെട്ട് കാണാം, മമ്പുറം മോസ്ക് ഉറൂസ് മൊത്തത്തിൽ കണ്ടതുപോലിരിക്കും. മമ്പുറം മോസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മാപ്പിളകളുടെ കാലത്തൊക്കെ അറിയപ്പെടുന്ന വലിയ ഉറൂസൊക്കെ നടക്കുന്ന പള്ളിയാണ്. മമ്പുറം തങ്ങൾമാര്, പുറത്തുനിന്ന് വന്ന യമനിൽ നിന്നൊക്കെ വന്ന തങ്ങൾമാരൊക്കെ വളർത്തി വലുതാക്കിയ മോസ്കാണ് ഈ മമ്പുറം എന്ന് പറയുന്നത്. അപ്പോൾ
ഖലീഫ എന്ന പടത്തില് പൃഥ്വിയുടെ കഥാപാത്രത്തിന് ഇന്ദ്രൻസ് പരിചയപ്പെടുത്തുകയാണ് ഇങ്ങനെ. ഒക്ടോബർ 16 ട്രെയിലർ വന്നതിൽ ഇത് കാണാം. 5 ദിവസം കൊണ്ട് 50 ലക്ഷം പേര് ഇത് കണ്ടു എന്ന് ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പൊ നായകന്റെ എന്നിട്ട് പറയുകയാണ്, ഈ ആദിത്യ മേനോൻ ശരിക്കുള്ളതാണോ ഫേക്കാണോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഈ ആദിത്യ മേനോൻ എന്ന് പറഞ്ഞ ലേഖകൻ പറയുന്നു, നായകന്റെ മുസ്ലിം സ്വത്വത്തിന്റെ കൊണ്ടാടൽ പൃഥ്വിയെ യുണീക്ക് ആക്കുന്നു. മുസ്ലിം സ്വത്വത്തിൽ ഇങ്ങനെ കഥാപാത്രത്തിനെ കൊണ്ടാടുന്നതേ പൃഥ്വിരാജിനെ എന്താ പറയുക, വേറിട്ട് നിർത്തുന്നു. ഇന്ത്യൻ മുസ്ലിം സ്വത്വാനുഭവം ആണ് ഇത്. അതിനാൽ ഇന്ത്യയുടെ ഏക മുസ്ലിം ആക്ഷൻ ഹീറോ ആണ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുകഴ്ത്തൽ തുടരുന്നു. ഇത് വൈശാഖ് സംവിധാനം ചെയ്യുന്ന സിനിമയാണിത്. ജിനു എബ്രഹാം ആണ് ഇത് രചന. എന്തുകൊണ്ട് മറ്റേ മുരളി ഗോപിയെ ഇതിന് കിട്ടിയിട്ടില്ലേ എന്ന് ചോദ്യം അറിയില്ല. കാരണം മുരളി ഗോപി മറ്റേതിന് ശേഷം മൗനമായിരുന്നല്ലോ. അതെ, എമ്പുരാന്റെ അനുഭവത്തിനെ പറ്റി അദ്ദേഹം അധികം മിണ്ടിയിട്ടില്ല പിന്നീട്. അപ്പോൾ വൈശാഖ് 15 കൊല്ലത്തിന് ശേഷമാണ് പൃഥ്വിരാജിനെ എടുക്കുന്നത്. 3 കൊല്ലം മുമ്പേ ഇതിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിരുന്നു. ഷൂട്ടിങ്ങിൻ്റെ ഒക്കെ പ്രിപ്പറേഷൻ, പ്ലാനിങ്ങും ഒക്കെ പോക്കിരി രാജയ്ക്ക് ശേഷം അല്ലേ? അതെ, പോക്കിരി രാജയിലും മമ്മൂട്ടിയായിരുന്നു. മമ്മൂട്ടിയും പൃഥ്വിരാജും ഉണ്ടായിരുന്ന പടം. അപ്പോൾ പൃഥ്വിരാജിൻ്റെ മാസ്റ്റേഴ്സ്, കടുവ, ബ്രിഡ്ജ്, ലണ്ടൻ ബ്രിഡ്ജ്. ഈ സിനിമയുടെ ഒക്കെ തിരക്കഥ എഴുതിയ ആളാണ് ഇതിൻ്റെ തിരക്കഥ, ജിനു എബ്രഹാം. ആദം ജോൺ എന്ന് പറഞ്ഞൊരു സിനിമ പൃഥ്വിരാജിൻ്റെ, അതിൻ്റെ ഡയറക്ടറും ആയിരുന്നു. ലണ്ടനിൽ ഷൂട്ടിംഗ് ഒക്കെ ഇതിൻ്റെ ഈ ഖലീഫ നടക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ ജന്മദിനത്തിൽ, പൃഥ്വിരാജിൻ്റെ ജന്മദിനത്തിലാണ് ഈ ട്രെയിലർ യൂട്യൂബിൽ പുറത്തിറക്കിയത്. ദ ബ്ലഡ് ലൈൻ എന്ന് അതിലെഴുതിയിട്ടുണ്ട്. ദ ബ്ലഡ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു വംശത്തിന് പ്രതിനിധീകരിക്കുന്ന ആളാണ് ആമിർ അലി എന്ന് പറഞ്ഞ കഥാപാത്രം. എന്ന് പറഞ്ഞാൽ ഒരു ജിഹാദി കഥാപാത്രമാണെന്നാണ് പൊതുവെ കണ്ടിട്ട് തോന്നുന്നത്. ആമിർ അലി ദ ഇൻവിൻസിബിൾ എന്നൊക്കെ, അജയ്യൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അടുത്ത ഓണം റിലീസാണ്. ചോരയിൽ കുതിർന്ന് ആണ് ആകെ ഈ ട്രെയിലർ. ഒരു വംശത്തിൻ്റെ പക എന്നൊക്കെ എഴുതിയിട്ടുണ്ടെന്ന്. അപ്പോൾ റിവെഞ്ച് വിൽ ബി റിട്ടൺ ഇൻ ഗോൾഡ് ലെറ്റേഴ്സ്, സ്വർണ്ണലിപികളിൽ പക എഴുതപ്പെടും എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ഈ കഥാപാത്രം വായിച്ചിടത്തോളം ഒരു കള്ളക്കടത്ത്, ആഗോള കള്ളക്കടത്ത് സംഘത്തിന്റെ നേതാവ്, സംഘത്തിന്റെ പ്രതിനിധി എന്ന് പറയാനായിരിക്കും. ആഗോള കള്ളക്കടത്ത്. അപ്പൊ അതിനകത്ത് ഈ പേരുകൾ ഇത് തന്നെയാണല്ലോ, കള്ളക്കടത്ത് നടത്തുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള ആൾക്കാരാണ്. അതെ, അങ്ങനെയും വരും. അത് പുച്ഛിക്കുന്ന പോലെ. അതെ അല്ലേ? അതെ, ഞങ്ങളാണ് കള്ളക്കടത്ത് നടത്തുന്നത്, ഞങ്ങള് ആര് മാറി മാറി സിനിമ എടുത്താലും ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ തന്നെ വരുവുള്ളൂ എന്നൊക്കെ. പണ്ട് CH മുഹമ്മദയുടെ കാലത്ത് തന്നെ നിയമസഭയിലെ ആരോ ഇങ്ങനെ പുച്ഛിച്ചിരുന്നു, നിങ്ങൾ മുഴുവൻ കള്ളക്കടത്തുകാരാണ്. ഇല്ല, ഞങ്ങൾ പ്രേക്ഷകർ ക്ഷമിക്കണം. അപ്പൊ CH പറഞ്ഞു, ഇല്ല, ഞങ്ങൾ നേരെ തന്നെയാണ് കടത്തുന്നത്. അപ്പോ ഈ ആമിർ അലി എന്ന ലെജൻഡ് എന്നൊക്കെ ഇന്ദ്രൻസ് ഒരു ഇതിഹാസമാണ് ഈ കള്ളക്കടത്ത് സിംഹം ആണെന്ന്. അപ്പോൾ മുറിയിൽ മുഴുവൻ ഭയം വിതച്ചുകൊണ്ടാണ് പൃഥ്വി രംഗപ്രവേശം ചെയ്യുന്നത്. മുമ്പ് ഈ പല സിനിമകളിലും ഇല്ലേ ഇസ്ലാമിക കഥാപാത്രങ്ങളാണ്. ടിയാൻ അല്ലെ കഥാപാത്രത്തിന്റെ പേര് അസ്ലൻ മുഹമ്മദ്. എമ്പുരാനിൽ സയ്യിദ് മസൂദ്, അത് ജയ്ഷെ മുഹമ്മദിന്റെയും മറ്റേതിന്റെയും ചേർത്ത് ഇല്ലേ, അതെ, ലീഡേഴ്സിന്റെ പേരുകൾ ചേർത്തിട്ട് ഉണ്ടാക്കിയതാണത്. തീർപ്പില് അബ്ദുള്ള മരക്കാർ, അതും ഈ ഹിന്ദുത്വക്കെതിരായ പട തീർപ്പ്. മുരളി ഗോപിനെ നേരത്തെ എഴുതിയതാ, പൊളിഞ്ഞു പോയതുകൊണ്ട് ആളുകൾ ചർച്ച ചെയ്തില്ല. ഹിന്ദുത്വയ്ക്കും ശ്രീരാമനും ഒക്കെ എതിരായ, സീതയ്ക്കും ഒക്കെ എതിരായ പടാത്. പിന്നെ അൻവർ എന്നൊക്കെ ഉള്ള ഇല്ലേ, അതെ, കുറെ പടങ്ങളുണ്ടത്. ഒരു തുടർച്ചയായിട്ട് ജിഹാദികളെയൊക്കെ തൃപ്തിപ്പെടുത്തുന്നുണ്ട്.
ഇതിൻ്റെ കാര്യകാരണങ്ങൾ എന്താണ്, എന്തുകൊണ്ടാണ്, വേറെ ആരെങ്കിലും ഇതിൻ്റെയൊക്കെ ഫിനാൻസ് നടത്തുന്നുണ്ടോ, ഇതൊക്കെയല്ലേ. ഇടയ്ക്ക് റെയ്ഡൊക്കെ നടന്നിരുന്നില്ലേ? അതെ. ED ഒക്കെ റെയ്ഡ് നടത്തിയില്ലേ? അതെ. മറ്റേ എമ്പുരാൻ വന്നതിൻ്റെ പിന്നാലെ ഗോകുലം ഗോപാലനും ഒക്കെ പെട്ടുപോയില്ലേ അതിൻ്റെ അകത്ത്? വേറെ ആരോ പിടിച്ചിരുന്ന ഒരു സംശയാസ്പദമായ ശ്രീലങ്കൻ കഥാപാത്രം പിടിച്ചിരുന്ന പടമാണല്ലോ. അത് പിന്നീട് ഗോകുലം ഗോപാലിനെ ഏറ്റെടുക്കുകയൊക്കെ ചെയ്ത് പുലിവാല് പിടിച്ചാണ്. അതിന്റെ ഫിനാൻസിനെ പറ്റി അത് ഇത്ര കോടി ക്ലബില് ഉടനെ നേരത്തെ കയറി എല്ലാം സംശയാസ്പദമായിരുന്നു. വ്യാജമായിട്ട് ടിക്കറ്റ് വിറ്റതാണോ, ഒരുപാട് സംശയങ്ങൾ അതിനെപ്പറ്റി ഉയർന്നു. അപ്പോ പൃഥ്വിരാജ് ധീരനാണ്, മാറ്റമൊന്നുമില്ല. അടുത്ത സിനിമയിലും ഖലീഫ എന്നാണ് പേര്, മറ്റേ സിനിമയുടെ പേര് ആമിർ അല്ലേ? അതെ, ആമിർ അലി എന്നാണ് പേര്. കള്ളക്കടത്ത് പശ്ചാത്തലമൊക്കെ ഉണ്ട്. അപ്പൊ പ്രേക്ഷകരൊക്കെ കാത്തിരുന്നു അല്ലേ? ഒരു പ്രത്യേക വിഭാഗത്തെ തൃപ്തിപ്പെടുത്തും. പൃഥ്വിരാജ് മാറുകയില്ല. അത്തരം ആളുകളെയൊക്കെ തൃപ്തിപ്പെടുത്തി തന്നെ പൃഥ്വിരാജ് മുമ്പോട്ട് പോകും. അപ്പൊ ഇത് 2 സിനിമയുടെ കാര്യമായുള്ളൂ. ഇനിയും വരുന്ന സിനിമകളിലൊക്കെ തന്നെ ഇതുപോലത്തെ കഥാപാത്രങ്ങളാണല്ലോ. ഇതിനു മുമ്പും മരക്കാർ എന്നൊക്കെ പറഞ്ഞില്ലേ, അസ്ലൻ അലി എന്നൊക്കെ പറഞ്ഞു, കുറെ സിനിമയായി ഇങ്ങനെ. അല്ല, ഇപ്പം അവസാനത്തെ 2 പടങ്ങളുടെ കാര്യം നമ്മൾ എടുത്തേ. ഇനിയും ഭാവിയിലും ഇത്തരം ചിത്രങ്ങളൊക്കെ തന്നെ ആയിരിക്കുമോ? എൻ്റെ ഒരു ആഗ്രഹം ഞാൻ പറയട്ടെ. പൃഥ്വിരാജ് ഈ ജിഹാദികളെ മൊത്തം തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ അദ്ദേഹം ഒസാമ ബിൻ ലാദനെ അവതരിപ്പിക്കുകയാണെങ്കിൽ രാജ്യാന്തര തലത്തിൽ തന്നെ ഇത്തരം രാജ്യങ്ങളുടെയൊക്കെ ഒരു അംഗീകാരം കിട്ടാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ അവസ്ഥയിൽ അഫ്ഗാനിസ്ഥാനിലൊക്കെ പോയി ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റും. ഇന്ത്യക്ക് നല്ല ബന്ധമല്ലേ അഫ്ഗാനിസ്ഥാനും ഒക്കെ. ആ മലനിരയൊക്കെ ഇല്ലേ ഒസാമ ബിൻ ലാദൻ. ഇപ്പോ പുതിയ വിവരമൊക്കെ വന്നിട്ടില്ലേ, അദ്ദേഹം സ്ത്രീകളുടെ വേഷത്തിൽ രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ CIA പൃഥ്വിരാജ് പറ്റിക്കുന്നതൊക്കെ ഒസാമ ബിൻ ലാദന്റെ വേഷത്തില് ആവേശം കൊള്ളിക്കുന്ന ഒരു ചിത്രമായിരിക്കും അദ്ദേഹം ബിൻ ലാദനെ അവതരിപ്പിച്ച. ഹോളിവുഡ് താരങ്ങൾക്കൊപ്പം എത്തും അതിലൂടെ? അദ്ദേഹം ഹോളിവുഡോ? പഴയ അതെ, ഹോളിവുഡിലെ പഴയ അല്ലേ, ലോറൻസ് ഓഫ് അറേബ്യ എന്നൊക്കെ പറഞ്ഞ കഥാപാത്രങ്ങളൊക്കെ ഇല്ലേ, ആ ലെവലിലൊക്കെ ചിലപ്പോ ഓസ്കാറൊക്കെ കിട്ടിയെന്ന് വരും അല്ലേ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.